അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്കുള്ളത് ഒരു റെക്ടാങ്കുലർ പിരമിഡാണ്. അപ്പോൾ റെക്ടാങ്കുലർ പിരമിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് റെക്ടാങ്കിൾ ആയിരിക്കും. സോ അതിൻ്റെ ബേസ് റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും രണ്ടായിരിക്കും. സ്ക്വയർ എഡ്ജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് സ്ക്വയർ ആയിരിക്കും, അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് കൂടുതലും ഇവിടെ ലെങ്ത് കുറവുമാണ്. സോ ദിസ് ഈസ് എ റെക്ടാങ്കുലർ പിരമിഡ്. പിരമിഡ് എന്ന് പറയുമ്പോൾ ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി മീറ്റിംഗ് അറ്റ് ദ അപ്പെക്സ് പോയിന്റ്. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് 25 mm into 30 mm റെക്ടാങ്കുലർ ബേസ് ഉള്ള ഈ പിരമിഡിൽ 30 mm is making an angle of 30 degree to VP. അപ്പോൾ നമ്മുടെ സിമ്പിൾ പൊസിഷനിൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP ആൻഡ് ദ ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് and the base edge is making of 30 mm is making an angle of 30 degree with the VP എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ HP-യിൽ റെസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ ബേസ് എഡ്ജ്, അതായത് 30 mm into 25 mm 30 mm എഡ്ജ് നമ്മളെ VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് 30 mm ബേസ് എഡ്ജ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ടു VP. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ പൊസിഷൻ ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആക്സിസ് കട്ട് ചെയ്യുന്നത് it is parallel to HP അല്ല, it is perpendicular to VP and making an inclination of 45 degree to HP ആണ് നമ്മളെ കട്ടിംഗ് പ്ലെയിൻ വരുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് നമ്മളെ കട്ടിംഗ് പ്ലെയിൻ ആണ്. സോ കട്ടിംഗ് പ്ലെയിൻ ഈസ് മേക്കിംഗ് an angle of 45 degree to HP. It is making an angle of 45 degree to HP and it is perpendicular to VP. അപ്പം VPക്ക് perpendicular ആയിട്ട് it is making an angle of 45 degree to HP. അപ്പം HPക്ക് 45 ഡിഗ്രി മേക്ക് ചെയ്ത് VPക്ക് perpendicular ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് എ കട്ടിംഗ് പ്ലെയിൻ. ആ കട്ടിംഗ് പ്ലെയിൻ്റെ ഒരു അവർ അടുത്ത കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നത്, ദിസ് കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degree to HP and it is passing through ദ മിഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ്. അപ്പോൾ ഇതിന്റെ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അപ്പെക്സ് തൊട്ട് ഈ ബേസിന്റെ സെൻട്രൽ പോയിന്റ് വരെ ഉള്ള ആ ഡിസ്റ്റൻസ്, ആ ലെങ്ത് ആണ്, ആ ലൈനാണ് നമ്മൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ. ആക്സിസിന്റെ മിഡ് പോയിന്റിൽ കൂടി ആയിരിക്കും ദിസ് കട്ടിംഗ് പ്ലെയിൻ വിൽ ബി പാസിംഗ്. അപ്പോൾ ഈ ഇങ്ങനൊരു കട്ടിംഗ് പ്ലെയിൻ ഉണ്ട് 45 ഡിഗ്രി വിത്ത് HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ആ കട്ടിംഗ് പ്ലെയിൻ നമ്മളെ ആക്സിസിന്റെ മിഡ് പോയിന്റിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സെക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുക. നമ്മൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്താൽ നമുക്ക് വലിയ മാറ്റം തോന്നുന്നില്ല. ബട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോഴാണ്, നമ്മൾ സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് നമുക്ക് അതിന്റെ കറക്റ്റ് ഷേപ്പ് എന്താണ് നമുക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ പ്രൊഫൈൽ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോഴായിരിക്കും. സോ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുന്ന ഏത് വ്യൂവിലാണ്? ഫ്രണ്ട് വ്യൂവിലാണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുന്നത്. ദാറ്റ് വിൽ ബി റെപ്രസെന്റഡ് ബൈ എ സെക്ഷൻ ലൈൻ. സെക്ഷൻ ഒരു ലൈനായിട്ടായിരിക്കും നമുക്ക് ആ സെക്ഷൻ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതാണ്? സെക്ഷണൽ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ട്രൂ ഷേപ്പ് ആയിരിക്കും, അപ്പാരന്റ് ഷേപ്പ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ദ അപ്പാരന്റ് ഷേപ്പ് ബിക്കോസ് ദിസ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു HP. അപ്പോൾ HP ആയിട്ട് ഇൻക്ലൈൻ ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ട്രൂ ഷേപ്പ് ആയിരിക്കത്തില്ല. വിൽ ബി ഗെറ്റിംഗ് ദ അപ്പാരന്റ് ഷേപ്പ്. അപ്പോൾ അപ്പാരന്റ് ഷേപ്പിൽ നിന്ന് നമുക്ക് ട്രൂ ഷേപ്പ് എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് കൺസ്ട്രക്ഷൻ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. നമുക്ക് 30 mm സൈഡ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ടു VP എന്നുള്ള ആ ഒരു സിമ്പിൾ പൊസിഷൻ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. നമുക്ക് നമ്മൾ അതിന്റെ റെക്ടാങ്കുലർ ബേസ് വരച്ചു. അപ്പം റെക്ടാങ്കുലർ ബേസിൽ ഈ സൈഡ് 30 mm ആണ്. ദാറ്റ് ഈസ് മേക്കിംഗ് ആംഗിൾ ഓഫ് 30 ഡിഗ്രി ടു VP. അപ്പോൾ നമ്മൾ ഈ കോർണറിന്റെ ബേസ് നമ്മൾ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് ലൈൻ വരച്ചു. അതിനുശേഷം 30 mm മാറിയതിനു നമ്മൾ ഇവിടെ ഒരു റെക്ടാങ്കുലർ കൺസിഡർ ചെയ്ത് 90 ഡിഗ്രി എടുത്ത് 25 mm വരയ്ക്കുക. പിന്നെ അടുത്ത 90 ഡിഗ്രി എടുത്ത് 30 mm വരയ്ക്കുക. പിന്നെ ഇവിടെ നിന്ന് ബാക്കി എഡ്ജ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡയഗണൽസ് കൺസ്ട്രക്ട് ചെയ്യുക. അത് നമുക്ക് റെക്ടാങ്കുലർ ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഡയഗണൽസ് കൺസ്ട്രക്ട് ചെയ്യുക. അതിന്റെ സെൻട്രൽ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് O. ഇനി നമുക്ക് അതിന്റെ ആക്സിസ് സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് ആക്സിസ് OP എന്ന് നമുക്ക് കൊടുക്കാം. ദെൻ നമുക്ക് അതിന്റെ നെയിം ചെയ്യാം. ABCD ഇങ്ങനെ നമ്മൾ നെയിം ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ടോപ്പ് വ്യൂ വരച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പൊസിഷൻ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ഷൻ ലൈൻസ് മുകളിലോട്ട് കൊണ്ടുപോയി നമുക്ക് ആ പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിന്റെ പോയിന്റ്സ് നമ്മൾ മുകളിലോട്ട് എടുത്തു. അപ്പോൾ A Bയുടെ B C C. അപ്പോൾ ഇത് പിരമിഡ് ആയതുകൊണ്ട് എല്ലാം കൂടെ നമ്മൾ ഒരു പോയിന്റ് അപ്പെക്സ് കൊണ്ട് മീറ്റ് ചെയ്യും. O P ഇസ് ദ ആക്സിസ്. അതിൽ നമുക്ക് OD എന്ന് പറയുന്ന സൈഡ് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഇൻവിസിബിൾ ലൈൻ. ഇനി അടുത്ത് നമ്മൾ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കണം. അപ്പോൾ സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു HP ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ തന്നെ കിട്ടും. ഒരു ഇൻക്ലൈൻ ചെയ്ത ലൈനിൽ നമ്മൾ വരയ്ക്കുക. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു HP.
അപ്പോൾ നമ്മൾ അവിടെ സെക്ഷൻ പ്ലെയിൻ നമ്മൾ ആദ്യം വരയ്ക്കുക. അതിനുശേഷം അത് കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാം. ഇപ്പോൾ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് ലൈൻ വരച്ചാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം O' P' മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം അവിടെ നിന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ രണ്ടും ഇവിടെ രണ്ട് നമ്മുടെ ചെയിൻ ലൈനിന്റെ രണ്ട് എൻഡ്സും തിക്കൻഡ് ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ചെയിൻ ലൈൻ വരച്ചിട്ട് അതിന്റെ രണ്ട് എൻഡും തിക്കൻ ചെയ്ത് വരയ്ക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദിസ് ആക്സിസ്. ഇനി നമുക്ക് വ്യൂ ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അതിനുശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മൾ ഈ സെക്ഷൻ ചെയ്ത ഈ ഒരു സർഫസിലായിരിക്കും. അത് നമുക്ക് കാണാൻ പറ്റുന്ന ഏത് വ്യൂവിലാണ്, നമ്മൾ മോളിൽ നോക്കുമ്പോഴായിരിക്കും നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ടോപ്പ് വ്യൂ. അപ്പൊ നമുക്ക് സെക്ഷണൽ ടോപ്പ് വ്യൂവിൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ പ്രൊഫൈൽ കാണാൻ പറ്റുള്ളൂ. ബട്ട് ദാറ്റ് ഷേപ്പ് വിൽ ബി an apparent shape because this axis, section plane, not the axis, this section plane will be is inclined at an angle of 45 degree to HP. If it was parallel to HP or parallel to VP, in this case, if it was parallel to HP, then we will be getting the true shape on the top view. But since this axis or the section plane is inclined to HP, we will be getting the apparent shape on the top view. So we will be getting the apparent shape on the sectional top view, and for getting the true shape we have to transfer that using the geometric technique that we will be discussing later. So first we have to draw the apparent shape. For that we have to transfer, or we have to identify which all are the points of this section. അപ്പോൾ ഈ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ് പോയിന്റ്സ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആ പോയിന്റ്സിനെല്ലാം നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ അതിന്റെ അപ്പാരന്റ് ഷേപ്പിനെ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ട്രൂ ഷേപ്പിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്ന എഡ്ജസ് നമ്മൾ നോക്കി. അപ്പോൾ O' A' കട്ട് ചെയ്യുന്നത് സോ ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് 1'. then O' D' കട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് സെക്കൻഡ് പോയിന്റ്. then O' B' കട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് തേർഡ് പോയിന്റ്. and O' C' കട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഫോർത്ത് പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സിലൊക്കെ നമ്മൾ താഴോട്ട്, അതായത് ടോപ്പ് വ്യൂയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നമ്മൾ 1' നിന്ന് 1' എന്ന് പറയുമ്പോൾ O' A'. അപ്പോൾ നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് OA എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് 1 കിട്ടി. ഇനി അതേപോലെ സോ 2' നിന്ന് നമ്മൾ നേരെ ODയിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം 2' എന്ന് പറയുമ്പോൾ O' D' പോയിന്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് 3' എന്ന് പറയുന്ന പോയിന്റ് O' C' ആണ്. അപ്പൊ ഇവിടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 2'ന് 3'ഉം 4'ഉം ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. കാരണം 2' എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡാണ് വരുന്നത്. നമ്മളെ ഇൻവിസിബിൾ ആയിട്ട് എഡ്ജ് വരുന്നതുകൊണ്ടാണ് 2' അപ്പുറത്തെ സൈഡിൽ കൊടുത്തത്. സോ അത് കറങ്ങി വരുന്ന സമയത്ത് 3', ദാറ്റ് ഈസ് O' C' പോയിന്റ് ആണ് 3. അപ്പൊ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ OCയിലാണ് അത് വരുന്നത്. സിമിലർലി ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ 4' എവിടെയുള്ളത്, O' B' ഉള്ളത്. അതിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് OBയിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. OBയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് ഫോർത്ത് പോയിന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ജോയിൻ ചെയ്തതിന് ശേഷം അതിനെ ഹാച്ചിങ് ലൈൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അതാണ് നമ്മളുടെ സെക്ഷന്റെ വ്യൂ, സെക്ഷന്റെ ടോപ്പ് വ്യൂ. നമുക്ക് സെക്ഷൻ ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് അത്രയും കാണാൻ പറ്റും. സോ നമുക്ക് പോയിന്റ്സ് 1, 2, 3, 4 കിട്ടി. നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം അതിനെ ബോൾഡാക്കി വരച്ചു. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കൺസ്ട്രക്ഷൻ ലൈൻസ് ബാക്കിയൊക്കെ ഞാൻ മായച്ചറിഞ്ഞേക്കാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാം. വളരെ ലൈറ്റ് ആയിട്ട് വേണം റീറ്റെയിൻ ചെയ്യാനായിട്ട്. നമ്മുടെ ശരിക്കുള്ള സോളിഡ് വരികയാണെങ്കിൽ നമ്മൾ ഇത്രയും സെക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രമേ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ. ഇതിലുള്ള ഇൻവിസിബിൾ ലൈൻസ് ആണെങ്കിലും ശരി, വിസിബിൾ ലൈൻസ് ആണെങ്കിലും നമുക്ക് ഇതെല്ലാം മാഞ്ഞു പോകും. കാരണം നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വിസിബിൾ എഡ്ജസ് ഒന്നും കാണത്തില്ല. കാരണം കട്ട് ചെയ്ത് കളയുകയാണ്. സോ ഇത്രയും പോർഷൻസ് മാത്രമേ കാണുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ബോൾഡായിട്ട് വരുന്ന ഏതൊക്കെയാണ്, AB ബോൾഡായിട്ട് വരും, BC ബോൾഡായിട്ട് വരും, CD ബോൾഡായിട്ട് വരും, DA ബോൾഡായിട്ട് വരും, A1 ബോൾഡായിട്ട് വരും, B4 ബോൾഡായിട്ട് വരും, C3 ബോൾഡായിട്ട് വരും, D2 ബോൾഡായിട്ട് വരും. അത്രയും കാര്യങ്ങൾ ബോൾഡായിട്ട് വരിക ഇൻ അഡീഷൻ ടു ദിസ് വൺ. അപ്പൊ ഞാനിതിവിടെ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഈ ബ്ലൂ കളർ കൂടെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ബോൾഡായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഹാച്ചിങ് ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 45 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള ലൈൻസ് ആണ് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ഇറ്റ് ഈസ് അപ്പാരന്റ് ഷേപ്പ്. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു അപ്പാരന്റ് ഷേപ്പ് കിട്ടിയത്? ബിക്കോസ് ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു HP. അതുകൊണ്ട് നമുക്ക് ഒരു അപ്പാരന്റ് ഷേപ്പ് കിട്ടി. അപ്പൊ അപ്പാരന്റ് ഷേപ്പിൽ നിന്ന് നമുക്ക് ട്രൂ ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, നമ്മുടെ സെക്ഷൻ പ്ലെയിൻ വരച്ചല്ലോ, ഈ സെക്ഷൻ പ്ലെയിനിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. About the points 1', 2', 3' and 4'.
ഇവിടെ നിന്ന് നമ്മൾ ഈ സെക്ഷൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ ആ ലൈൻ വേറൊരു ആക്സിസ് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് റെഫറൻസ് ലൈൻ ഇപ്പൊ XY ആണ് നമ്മുടെ റെഫറൻസ് ലൈൻ എങ്കിൽ നമുക്ക് അവിടെ വേറൊരു റെഫറൻസ് ലൈൻ X1 Y1 എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പോയിന്റ്സ് ഈ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ അപ്പാരന്റ് ഷേപ്പ് ആണ്. അപ്പൊ അപ്പാരന്റ് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ ഷേപ്പ്. ഇപ്പൊ ട്രൂ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെക്ഷൻ പ്ലെയിനിൽ നിന്ന് പോയിന്റ്സ് 1 dash 2 dash 3 dash ആൻഡ് 4 ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് നമുക്ക് ചില ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ മുകളിലോട്ട് വരയ്ക്കും, ചിലത് ഇതിന്റെ താഴോട്ട് വരയ്ക്കും. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് താഴോട്ട് വരച്ചാൽ ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ഇതിന്റെ അകത്ത് വരും. അതുകൊണ്ടാണ് കുറച്ചും കൂടെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറിന് വേണ്ടി നമ്മൾ മുകളിലോട്ട് വരയ്ക്കുന്നത്. ഇനി 45 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, നമുക്ക് 45 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ടിൽറ്റ് ചെയ്ത് വരയ്ക്കാം, അതും കറക്റ്റ് ആണ്. അപ്പൊ അത് അവർ പറയാത്തിടത്തോളം കാലം നമുക്ക് ഏത് രീതിയിൽ ഇങ്ങനെ ആണെങ്കിലും വരയ്ക്കാം, ഇങ്ങനെ ആണെങ്കിലും വരയ്ക്കാം, രണ്ട് കറക്റ്റ് ആണ്. സോ നമ്മളിപ്പോ 45 ഡിഗ്രി ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇനി ചില ടെക്സ്റ്റ് താഴോട്ട് വരയ്ക്കുന്നതും ഉണ്ട്, അതും കറക്റ്റ് ആണ്. ബട്ട് നമുക്ക് അതിന്റെ കൺഫ്യൂഷൻ വേണ്ട എന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ നീറ്റ് ആയിട്ടുള്ള ഫിഗറിന് വേണ്ടി നമ്മൾ മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ആൻസർ ഷീറ്റിലൊക്കെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങളെ സ്പേസ് കണക്കാക്കിയിട്ട് നിങ്ങൾ അതിന് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ വരച്ചു തുടങ്ങാനായിട്ട്. സോ ഇതിനെ നമുക്ക് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയാണ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് 1 dash 2 dash 3 dash ആൻഡ് 4 ഡാഷിൽ നിന്ന് നമ്മൾ കുറച്ച് ലൈൻസ് വരച്ച് നമ്മൾ അടുത്ത ഒരു റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്യാണ്. 1 dash 2 dash 3 dash 4 dash എന്ന് പറയുന്ന പോയിന്റ്സിൽ നിന്ന് ഈ നമ്മുടെ സെക്ഷൻ ലൈൻ ദാറ്റ് VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻസ് വരച്ചു. അപ്പോൾ ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മളൊരു ആക്സിസ്, പുതിയ റെഫറൻസ് ആക്സിസ്, അപ്പൊ ഇത് XY ആയിരുന്നു, ഈ XY നിന്ന് നമ്മൾ മാറ്റി നമ്മൾ X1 Y1 എന്ന് പറയുന്ന ആക്സിസ് എടുത്തു. ആ ആക്സിസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1 തൊട്ട് D ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഒരു പോയിന്റ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 1 തൊട്ട് D ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ 1 തൊട്ട് D ഡാഷ് അല്ല, ഈ ഒരു ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, നോട്ട് D ഡാഷ്, 1 തൊട്ട് ഈ ആക്സിസ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ 1 എന്ന് പറയുന്ന 1 ഡാഷിൽ കൂടെ പോകുന്ന ലൈനിൽ XY നിന്ന് നമ്മൾ മാർക്ക് ചെയ്യും. സോ 1 ഡാഷിൽ കൂടെ പോകുന്ന ലൈനില് 1 തൊട്ട് നമ്മളെ റെഫറൻസ് ആക്സിസ് XY അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതിനുശേഷം X1 Y1 എന്ന് പറയുന്ന ആക്സിസിൽ വെച്ചുകൊണ്ട് ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 1 ഡാഷ്. ഇനി 2 ഡാഷ് കിട്ടാൻ എന്ത് ചെയ്യണം? 2 ഡാഷിന്റെ നമ്മൾ സെക്ഷൻ ചെയ്ത് കിട്ടിയ ഷേപ്പിലുള്ള പോയിന്റ് ഏതാണ്? 2 ആണ്. അപ്പൊ 2 തൊട്ട് നമ്മളെ റെഫറൻസ് ലൈൻ XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എടുക്കുക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ സെക്ഷൻ ലൈൻ, നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ആ ലൈനിൽ തന്നെ നിങ്ങൾ ഡിസ്റ്റൻസ് എടുത്താൽ മതി. 2 തൊട്ട് ഈ XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതിനുശേഷം X1 Y1 എന്ന് പറയുന്ന പുതിയ റെഫറൻസ് ആക്സിസ് അല്ലെങ്കിൽ റെഫറൻസ് ലൈനിൽ വെച്ച് ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 2 ഡാഷ്. ഇനി അടുത്തത് നമുക്ക് 3 ഡാഷ് കിട്ടാൻ എന്ത് ചെയ്യണം? 3 ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെയാണുള്ളത്. അപ്പൊ 3 ഡാഷിൽ കൂടെ പോകുന്ന ലൈൻ നമ്മൾ നോക്കി വെക്കുക. അതിനുശേഷം 3 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് നമ്മുടെ റെഫറൻസ് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മുടെ റെഫറൻസ് ലൈൻ, നമ്മുടെ പുതിയ റെഫറൻസ് ലൈനിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 3 ഡാഷ്. ഇനി അടുത്തത് 4 ഡാഷ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ 4 തൊട്ട് നമ്മൾ XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻ നേരത്തെ വരച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം നമ്മളെ പുതിയ റെഫറൻസ് ലൈനിൽ വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് നമ്മളെടുത്ത് ഇതേ ഡിസ്റ്റൻസ് ഇവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഏതാ? 4 ഡാഷിൽ കൂടെ പോകുന്ന ലൈനിൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 4 ഡാഷ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഇത്രയും ജോയിൻ ചെയ്ത് നമ്മൾ സെക്ഷൻ ചെയ്യുക. സെക്ഷൻ ചെയ്യാൻ മീൻസ് ഹാച്ച് ചെയ്യുക. ആ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ട്രൂ ഷേപ്പ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തുള്ള പോയിന്റ്സ് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് ഇട്ട് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അത് ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ അത് ബോൾഡായിട്ടാണ് വരയ്ക്കേണ്ടത്. അത് ജോയിൻ ചെയ്തതിനു ശേഷം അതിന്റെ അകത്ത് നമ്മൾ ഹാച്ചിങ് ലൈൻസ് ഉപയോഗിച്ച് ഹാച്ച് ചെയ്യുക. ഹാച്ചിങ് ലൈൻസ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻസ് തന്നെയാണ്. ആ കൺസ്ട്രക്ഷൻ ലൈനിന്റെ അതേ തിക്നെസ്സോടുകൂടി നിങ്ങൾ ഹാച്ച് ചെയ്താൽ മതി. 45 ഡിഗ്രി ലൈൻസ് നമ്മൾ ഇൻക്ലൈൻ ചെയ്ത് ഹാച്ച് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ട്രൂ ഷേപ്പ്. സോ ദിസ് ഈസ് അവർ അപ്പാരന്റ് ഷേപ്പ് ആൻഡ് ദിസ് ഈസ് അവർ ട്രൂ ഷേപ്പ്.